Hi friends, welcome back to channel. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ബാങ്കോക്ക് ബോയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കോങ്ങിനിപ്പോൾ വെടി കൊണ്ടിട്ട് ഇങ്ങനെ കിടക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് പോലീസായിട്ട് വരുന്നുണ്ട്. ഉടനെ തന്നെ ആ വന്ന പയ്യന്മാരെല്ലാവരും തന്നെ ഓടി രക്ഷപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ അവിടെ മൂവേയും പിന്നെ സണ്ണിൻ്റെ ഫ്രണ്ടായിട്ടുള്ള പയ്യനെല്ലാവരും മാറി ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇതേസമയം സണ്ണിനെയും പിന്നെ കവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടും പോയിട്ടുണ്ടായിരുന്നു. ആ സമയം മൂവേ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എങ്ങനെയും സണ്ണിനെ പുറത്തേക്ക് കൊണ്ടുവരണ്ടേ. അതേപോലെ തന്നെ കോങ്ങിനാണെങ്കിൽ വെടി കൊണ്ടില്ല, അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരിക്കുമോ, നമുക്കതൊക്കെ അറിയണ്ടേന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവരെ നമ്മളിപ്പോൾ എന്ത് ചെയ്യും ഇതിന് വിചാരിക്കുന്ന ടൈമിന് മൂവേ ഞാൻ അച്ഛനെ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൾ അച്ഛനെ കോൾ ചെയ്തിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്ന് തിരിച്ചു വരുന്ന എന്തോ റിപ്ലൈ അത് കേൾക്കുമ്പോഴത്തേക്കും ഇവൾ വല്ലാണ്ടായിട്ട് ഫോൺ താഴേക്ക് വീഴുന്നുണ്ട്. ഇവളും തലറിഞ്ഞ് വീഴാണ്. അതേസമയം സണ്ണിൻ്റെയും കവിൻ്റെയും കാണിക്കുവാണെങ്കിൽ രണ്ടുപേരും ഇപ്പോൾ ലോക്കപ്പിലാണുള്ളത്. അതേസമയം പോലീസ് അങ്ങോട്ടേക്ക് വരാണ്. ഇവരുടെ തൊട്ടപ്പുറത്തുള്ള ലോക്കപ്പിൽ തന്നെ അവരുമായിട്ട് അടിയുണ്ടാക്കി ആ ഒരു കൊറിയൻ പയ്യനായിട്ടുള്ള ജുൻഹോ ഉണ്ടായിരുന്നു. ജുൻഹോനെ വന്നിട്ട് റിലീസ് ചെയ്യാണ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും സണ്ണും കവിനും കൂടെ ഇവനെ എങ്ങനെ റിലീസ് ചെയ്യാൻ പറ്റുന്നത്, നിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൊല്ലൂ എന്നൊക്കെ സണ്ണ് പറയുന്നുണ്ട്. ജുൻഹോ അപ്പോൾ എങ്കിലും ഇപ്പം തന്നെ വാടാന്ന് പറഞ്ഞിട്ട് അടിക്കാനായിട്ട് പോവാണ്. എന്നാൽ പോലീസുകാർ പിടിച്ച് മാറ്റുന്നുണ്ട്. ജുൻഹോ ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. കവിനും സണ്ണും അപ്പോഴും സെല്ലിൽ തന്നെ കിടക്കുവാണ്. അടുത്ത ദിവസം ഇവരെ കാണാനായിട്ട് മൂവി വരുന്നുണ്ട്. മൂവി വരുമ്പോൾ തന്നെ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. സണ്ണത് കണ്ടിട്ട് എന്തുപറ്റി, നീ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ കഴിഞ്ഞ ദിവസം രാത്രി അച്ഛൻ ആരോ വെടിവെച്ചു, അച്ഛൻ മരിച്ചു എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സണ്ണും പെട്ടെന്ന് ഷോക്ക് ആവുകയാണ്. ആ ടൈമിന് അവരുടെ അടുത്തേക്ക് ഞാനും നാപ്പും കൂടെ വന്ന് നിൽക്കുന്നുണ്ട്. ആ സമയം സണ്ണ് ആരാ എൻ്റെ അച്ഛനെ വെടിവെച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അറിയത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ടാനാണെങ്കിൽ സണ്ണിൻ്റെ അടുത്ത് നിന്നെ പുറത്തിറക്കാനായിട്ട് ക്യാഷും കൊടുത്തിട്ടുണ്ട്, ഉടനെ തന്നെ നിനക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞിട്ട് മൂവി ഭയങ്കര കരച്ചിലായതുകൊണ്ട് തന്നെ അവളെ വിളിച്ചുകൊണ്ട് ടാൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം കവിനാണെങ്കിൽ നാപ്പിൻ്റെ അടുത്ത് അപ്പോൾ എനിക്ക് പുറത്തിറങ്ങാനോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നിന്നെ പുറത്തിറക്കാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാഷില്ല എന്ന് നാപ്പിങ്ങനെ സങ്കടത്തിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം പൈസ കൊടുത്തുകൊണ്ട് തന്നെ സണ്ണിന് ജയിലിൽ നിന്ന് പുറത്തിറക്കി ഇറങ്ങാൻ പറ്റുന്നുണ്ട്. നേരെ വന്നത് അവൻ്റെ അച്ഛൻ്റെ ബോഡിയുള്ള ഒരു ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ വരുമ്പോൾ ഓൾറെഡി ജാക്കും ജിന്നിയും മൂവയൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവനും ജാക്കും കൂടെ അകത്തേക്ക് കയറുന്നുണ്ട്. ഡോക്ടർ അപ്പോൾ ഇത് നിങ്ങളുടെ അച്ഛൻ്റെ ബോഡി തന്നെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ബോഡി കാണുമ്പോൾ അവൻ്റെ അച്ഛൻ്റെ തന്നെയാണ്. അവൻ കരയാനും തുടങ്ങുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മൂവേനെയും ജിന്നീനെയൊക്കെ ഹഗ് ചെയ്ത് കരയുവാണ്. എന്നിട്ട് ജാക്കിൻ്റെ അടുത്ത് സണ്ണ് ദേഷ്യപ്പെടുവാണ്. നിനക്ക് അച്ഛനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടായിരുന്നോ, അച്ഛനിങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു എന്നൊക്കെ. ആ സമയം ജാക്ക് നീ ദിവസം മൊത്തം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഒരിക്കലെങ്കിലും തെറ്റ് ചെയ്ത സ്വയം ഒന്ന് കുറ്റപ്പെടുത്തുക, നീ കാരണം തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, നീ ഒരുത്തിനെ കൊല്ലുകയും കൂടെ ചെയ്തില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. മേ ബി കോങ്ങിനെ വെടിവെച്ചത് ഇവനായിരിക്കും ഉദ്ദേശമായിരിക്കും ജാക്ക് പറയുന്നത്. എന്തായാലും സണ്ണപ്പ പറയുന്നുണ്ട് ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ കാരണമല്ല അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. ജാക്ക് ആ സമയം ഞാൻ പൈസ കൊടുത്തുകൊണ്ട് മാത്രമാണ് നിനക്ക് ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയത്, ബാക്കി നീ എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ജിന്നിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ജാക്കും ജിന്നിയും നമ്മുടെ സണ്ണിൻ്റെ അച്ഛൻ്റെ ഒരു വൈഫിലുണ്ടായിരുന്ന മക്കളാണ്. അതുപോലെ തന്നെ സണ്ണ് മൂവയും രണ്ടാമത്തെ വൈഫിലുണ്ടായിരുന്ന മക്കളാണ്. അപ്പോൾ സണ്ണിനെയും മൂവേനെ അവിടെ ഇട്ടിട്ട് അവർ രണ്ടിനും പോകുന്നുണ്ട്. സണ്ണ് മൂവി അവിടെ നിന്ന് കരയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജുൻഹോയും ജിഹൂനും പീസും കൂടെ ആയിട്ട് ഒരു കാറിൽ ഇരിക്കുന്നതാണ്. ആ സമയം ഈ പീസിൻ്റെ ബ്രദേഴ്സാണ് ഇവർ രണ്ടുപേരും തോന്നുന്നു, കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും ജുൻഹോ ഇപ്പോൾ പീസിനോട് പറയുന്നുണ്ട് നീ ഇത്രയും കാലം എബ്രോഡ് ആയിരുന്നില്ലേ, ഇപ്പോൾ ഇനി തിരിച്ച് വന്നതല്ലേ ഉള്ളൂ, ബിസിനസ്സിൻ്റെ കാര്യങ്ങളും ഇവിടുത്തെ സംഭവങ്ങളെല്ലാം തന്നെ നീ ഒന്ന് നേരെ മനസ്സിലാക്ക്, എന്നിട്ട് എല്ലാം പഠിച്ച് ശരിയാക്കി ചെയ്താൽ മതി എന്നൊക്കെ. ആ ഒരു ടൈമിൽ ജിഹൂനാണെങ്കിൽ ഇതൊന്നും മിണ്ടാതെ ഒന്ന് ഡ്രൈവ് ചെയ്യുക, ഇങ്ങനെ സംസാരിച്ച് ഡ്രൈവ് ചെയ്യുന്നവരെ ആരെയും തന്നെ അച്ഛൻ ഇഷ്ടമല്ലാന്ന്. എന്നിട്ട് പീസിൻ്റെ അടുത്ത് അച്ഛൻ്റെ ഫ്ലൈറ്റ് ലാൻഡായോ ഒന്ന് ചെക്ക് ചെയ്യാനും പറയുന്നുണ്ട്. പീസ് അങ്ങനെ അവൻ്റെ ഫോൺ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫ്ലൈറ്റ് ലാൻഡായി എന്ന് ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട്, അതുവഴി അറിയാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് സണ്ണിൻ്റെ അച്ഛൻ്റെ ആ ഒരു മരണാനന്തര ചടങ്ങാണ്. അവിടെ വെച്ചിട്ട് സണ്ണാണെങ്കിൽ മൂവേരുടെ അടുത്ത് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ കോങ്ങിൻ്റെ ആ ഒരു മരണാനന്തര ചടങ്ങിന് നാളെ പോകുന്നു, കാരണം കോങ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മൂവേ പറയുന്നുണ്ട് അവൻ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, അവനാണെങ്കിൽ ഒരു തെറ്റും ചെയ്തില്ലല്ലോ എന്ന്. ആ സമയം സണ്ണ് ശരിയായി ഞാനായിരുന്നു അതിന് പകരം മരിക്കേണ്ടതെന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞ് അവനോടും ദേഷ്യപ്പെട്ടിട്ട് അവൾ അങ്ങോട്ടേക്ക് അച്ഛൻ്റെ ഫോട്ടോ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പോകുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ഇപ്പോൾ പീസിൻ്റെ അച്ഛൻ എയർപോർട്ടിലൊന്ന് ലാൻഡ് ആവുന്നതാണ്. ആ സമയം ഇയാൾക്ക് വേണ്ടിയിട്ട് പീസാണെങ്കിൽ ഒരു എയർപോർട്ട് സർവീസ് ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഡൗൺലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അയാളുടെ ഫോണിൽ അതിനെപ്പറ്റി മെസ്സേജ് വരുമ്പോഴത്തേക്കും ഇയാളാണെങ്കിൽ അയാളുടെ ഫോൺ അതുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ആ സമയം ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻ്റൊക്കെ ഇയാൾ സംസാരിച്ച് ഇയാളെ പുറത്തേക്ക് കൊണ്ടുവിടുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് പീസും ജുൻഹോയും പിന്നെ ജിഹൂനും വരുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് നിങ്ങൾ മൂന്നേരം എത്താൻ ലേറ്റായി, പക്ഷേ ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, കാരണം പീസ് എനിക്ക് ആ ഒരു എയർപോർട്ട് സർവീസ് ആപ്പ് ചെയ്ത് തന്നതിന്. അങ്ങനെ അതും പറഞ്ഞിട്ട് നേരെ എല്ലാവരും കാറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എല്ലാവരും കാറിൽ കയറി ഇരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ജുൻഹോയാണ് ഇയാളുടെ ലഗേജ് എല്ലാം എടുത്ത് വണ്ടിയിൽ വയ്ക്കുന്നതും എന്നിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാനായി നിൽക്കുന്നതും. അപ്പോൾ വണ്ടി കയറിയിരിക്കുന്നതും അവനാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് ഫുഡ് എന്തെങ്കിലും വേണ്ട ആവശ്യമുണ്ടോ, ഫ്ലൈറ്റിലെ ഫുഡ് മേ ബി ശരിയായിട്ടുണ്ടാവത്തില്ലല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവൻ്റെ ഒരു കൊറിയൻ പയ്യനായതുകൊണ്ട് തന്നെ അവൻ്റെ തായ് ലാംഗ്വേജ് അങ്ങോട്ട് പറയുന്ന നേരെ കറക്റ്റ് ആവുന്നില്ല. അതിപ്പോൾ ഇയാളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്വന്തം അച്ഛനാണെന്ന് തോന്നുന്നില്ല അവൻ്റെ, പക്ഷേ അവനാണെങ്കിൽ അയാൾ ഗോഡ് ഫാദർ എന്നാണ് വിളിക്കുന്നത്. എന്തായാലും ജുൻഹോയുടെ ആ ഒരു തായ് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളാണെങ്കിൽ ഇവൻ്റെ തല പിടിച്ച് സ്റ്റിയറിങ്ങിലേക്ക് ഇടിക്കുന്നുണ്ട്. എന്നിട്ട് നീ അത് പറയുന്ന ശരിയാവുന്ന വരെ ഞാൻ നിന്നോട്
പഠിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നും പറയുന്നുണ്ട്. അടുത്ത് പിന്നീട് കാണിക്കുന്ന മൂവേനെയാണ്. ഇപ്പോഴും അവരാണെങ്കിൽ അവരുടെ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങ് നടക്കുന്ന ആ ഒരു ഏരിയ തന്നെയാണ് ഉള്ളത്. അവളിപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു വണ്ടിയിൽ കുറേ ആൾക്കാർ വരുന്നത്. ആ വണ്ടിയിൽ നിന്ന് എയിം എന്ന പേരിലുള്ള ഒരു പയ്യൻ ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ സണ്ണിൻ്റെ അച്ഛനാണെങ്കിൽ യാവോ എന്ന് പറഞ്ഞിട്ട് ഡ്രഗ്സിൻ്റെ ഒരു ഡീലിങ്ങിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് ഒരു ലേഡീനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലേഡിയുടെ കൂടെ എയിം എന്ന പേരിൽ ഒരു പയ്യൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സെയിം പയ്യനാണിത്. ഈ പയ്യൻ ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ്റെ ആൾക്കാരുടെ കൂടെ നേരെ ഇവളെയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. ഇവൻ്റെ ഒരു തോക്കുണ്ടായിരുന്നു. ആ സമയം സണ്ണും എല്ലാവരും പേടിക്കുന്നുണ്ട്. എയിമാണെങ്കിൽ അവിടെ നിന്ന് സണ്ണിൻ്റെ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് നേരേക്ക് ഒന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അടുത്ത് സണ്ണിനെ ഷൂട്ട് ചെയ്യട്ടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവിടെ തന്നെ സണ്ണും ജാക്കും ജിന്നി മൂവ് 4 മക്കളും ഉണ്ടായിരുന്നു. സോ 4 പേരുടെ കൂടെ ആയിട്ട് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഒരിടത്ത് ഒരു ഭയങ്കര വലിയൊരു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നു. ഇയാൾ ഭയങ്കര വലിയൊരാളായിരുന്നു. അയാളാണെങ്കിൽ പല മോശം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അത് ഡ്രഗ്സ് വിൽക്കുക, അങ്ങനെ പലതും. പക്ഷേ അയാളുടെ ഏരിയയിൽ മാത്രം അയാൾ ഡ്രഗ്സ് വിൽക്കാനായിട്ട് സമ്മതിച്ചില്ല. ഒത്തിരി ചോദിച്ചു, എത്ര പറഞ്ഞിട്ട് ഇയാൾ സമ്മതിച്ചില്ല. ലാസ്റ്റ് എന്താ, ഇയാൾ സമ്മതിക്കാണ്ട് വന്നുകൊണ്ട് തന്നെ ഇയാളെ കൊല്ലേണ്ട അവസ്ഥ വന്നു. ഇയാൾ ഭയങ്കര വലിയ രാജാവിനെ പോലെയൊക്കെ നടക്കുമായിരുന്നു. കുറേ ടാറ്റു ഒക്കെ അടിച്ച് ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള രീതിയിൽ. എന്നാൽ ലാസ്റ്റ് ഒരു പട്ടിയെ പോലെ തന്നെ റോഡിൻ്റെ സൈഡിൽ മരിക്കേണ്ട അവസ്ഥ വന്നു. അതും അയാളാണെങ്കിൽ ഡ്രഗ്സ് അലോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുടെ കയ്യിൽ നിന്ന് തന്നെ മരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവൻ ചിരിക്കുന്നുണ്ട്. ഉദ്ദേശിച്ചത് നമ്മുടെ സണ്ണിൻ്റെ അച്ഛൻ്റെ കാര്യം തന്നെയാണ്. എന്നിട്ട് അവൻ എടുത്തു പറയുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ അച്ഛനല്ലാട്ടോ ഉദ്ദേശിച്ചതെന്നൊക്കെ. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, കഥ എങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയല്ലേ, ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന കാര്യം പറയാം. എന്തായാലും നിങ്ങളുടെ അച്ഛനിപ്പോൾ മരിച്ചു. നിങ്ങളുടെ അച്ഛൻ നോക്കിക്കൊണ്ടിരുന്ന ഈ ഒരു ഏരിയ മൊത്തം ഇനി യാവോടെ ആയിരിക്കും. നിങ്ങൾക്കൊരിക്കലും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളാൻ പറയാണ്. അതേസമയത്ത് തന്നെ ഇവൻ്റെ കൂടെ വന്ന ആൾക്കാരെല്ലാവരും ആ ഒരു ഏരിയ ചെന്നിട്ട് പലതും ഇങ്ങനെ കീഴടക്കി ഇത് ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാരെ ഉപദ്രവിക്കുകയും ഓട്ടിച്ചൂടെയൊക്കെ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. വീണ്ടും എയിമിനെ കാണിക്കുമ്പോൾ എയിം ഇവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ സ്ഥലം ഞാൻ നോക്കിക്കോളാം എന്ന് പറയില്ലേ. ആക്ച്വലി സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് താങ്ക്സ് ആണ് പറയേണ്ടത്. കാരണം നിങ്ങളുടെ അച്ഛൻ്റെ ഏരിയ നോക്കാനായിട്ടുള്ള ബുദ്ധിശക്തിയും നിങ്ങൾക്കില്ല. അതുകൊണ്ട് എന്തുകൊണ്ടും ഞാനത് നോക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഒന്നുമില്ലാതെ നിങ്ങളെ വിട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പാവം തോന്നിപ്പോവും. പക്ഷേ എന്നും പറഞ്ഞ് നിങ്ങൾക്കെല്ലാം തരാനും പറ്റത്തില്ല. എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഗതികേടുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ എന്ത് വൃത്തിയുടെ പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം തന്നെ നീയും ചെയ്യേണ്ട അവസ്ഥ വരും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം സണ്ണാണെങ്കിൽ നിൻ്റെ ഇങ്ങനെ ഉറപ്പായിട്ടും വന്ന് കാണുമെന്ന് പറയുന്നുണ്ട്, ശരിയാക്കുമെന്നും പറയുന്നുണ്ട്. ആ സമയം ഈ മണിയും കളിയാക്കിയിട്ട് ഓഹോ അങ്ങനെയാണോ, എങ്കിൽ പിന്നെ ഇപ്പോഴേ വാന്ന് പറഞ്ഞിട്ട് അവൻ്റെ മുഖത്തൊക്കെ ചവിട്ടുന്നുണ്ട്. എന്നിട്ട് സണ്ണിനോട്, നീ എന്തായാലും ജയിലിൽ പോകുമെന്ന് എനിക്കറിയാം, ജയിലിൽ വന്നിട്ട് നിന്നെ ഞാൻ മീറ്റ് ചെയ്തോളാം. കാരണം വേറെ വന്ന് കാണാനായിട്ട് റിലേറ്റീവ്സ് ഒന്നും ഇല്ലല്ലോ, നിനക്ക് വേണമെന്നുള്ളപ്പോഴൊക്കെ പറഞ്ഞാൽ നീ നിനക്ക് ഫുഡൊക്കെ വാങ്ങിയോട്ട് തരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും സണ്ണിനെയൊക്കെ എടുത്തിട്ട് ചവിട്ടുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പീസിൻ്റെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ ജുൻഹോയിനെ അടിക്കുന്നതാണ്. ജുൻഹോ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അറിയത്തില്ല. എന്തായാലും ഇയാളാണെങ്കിൽ ജുൻഹോയുടെ അടുത്ത് ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട്. നീ ഫുള്ള് കെയർലെസ് ആയിട്ടാണ് നടക്കുന്നത്, അടുത്ത മാസം ചെയ്യാനുള്ള കാര്യത്തെക്കുറിച്ച് നീ ഇപ്പോഴേ പ്ലാൻ ചെയ്യേണ്ടതാണ്, എന്നാൽ നീ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, നീ കാരണം ടൈം ഇങ്ങനെയെല്ലാം നശിച്ചു പോവാണ്, നീ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അവൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. പീസിൻ്റെ അടുത്ത് അവൻ്റെ കുറുക്കിലിട്ട് അടിക്കാനായിട്ടും പറയുന്നുണ്ട്. പീസ് അപ്പോൾ ഇനി എത്ര തവണയെന്ന് വെച്ചാൽ അടിക്കാനാ, നിർത്തിക്കൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അച്ഛനാണെങ്കിൽ ഞാൻ നിനക്കൊരു ഓപ്ഷൻ തരാം, ഒന്നിൽ ഇവൻ തളരുന്നവരെ നീ അവൻ അടിക്കണം, അതല്ലെങ്കിൽ അവൻ്റെ സ്ഥാനത്ത് നീ അടി കൊള്ളണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പീസിന് അടിക്കേണ്ടി വരാണ്. അച്ഛനിപ്പോൾ ഭയങ്കര ശക്തിയായിട്ട് അടിക്കും. നീ ഫിലോസഫി പഠിച്ചതല്ലേ, അതിൽ 70s ആൾക്കാരെ എങ്ങനെയാണ് അടിച്ചുകൊണ്ടിരുന്നത് അതുപോലെ നീ അടിക്കാനൊക്കെ പറഞ്ഞിട്ട് ഇവനെ കൊണ്ട് ജുൻഹോനെ ഭയങ്കരമായിട്ട് അടുപ്പിക്കുന്നുണ്ട്. ജിഹൂണ് ഒന്നും മിണ്ടാതൊക്കെ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ഇയാൾക്ക് പെട്ടെന്ന് നെഞ്ചുവേദന പോലെ വരുന്നുണ്ട്. ഇയാൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. ആ സമയം ഇയാൾ കഴിക്കുന്നൊരു ഗുളികയുണ്ട്, ഇതയാളുടെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതെടുത്ത് ഇയാൾ കഴിക്കുന്നുണ്ട്. അത് പ്രത്യേകം എന്തോ ജിഹൂൺ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അടിച്ചു കഴിയുമ്പോൾ പീസാണെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാണ്. അവൻ്റെ മുഖം കണ്ട അവന് നല്ല വിഷമമുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് എന്തായാലും തോന്നുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ആ ഒരു യാവോ എന്ന് പറഞ്ഞ ലേഡി, ആ ലേഡിയുടെ കുറച്ച് ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ പീസിൻ്റെ അച്ഛനെ മീറ്റ് ചെയ്യാനായിട്ട് വന്നേക്കുന്നതാണ്. ആ ഒരു ആൾക്കാർ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുപോലെ തന്നെയാണ്. സണ്ണിൻ്റെ അച്ഛനോട് സംസാരിക്കുന്ന ടൈമിന് ഇവരൊരു മാസ്ക് ഒക്കെ വെച്ചിട്ട് ഇവരെ വോയിസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടാണോ സംസാരിക്കുന്നുണ്ടാകുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇവർ മാസ്ക് വെച്ചിട്ടുണ്ട്. ഇവരുടെ റിയൽ വോയിസിലും അല്ല ഇവർ സംസാരിക്കുന്നത്. ഇവരങ്ങനെ ബിസിനസ്സിൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ട്. ജുൻഹോയുടെ കേസ് അതിപ്പോൾ ഒരുവിധം മാറ്റി നിൽക്കുന്നത് ഇവരുടെ ഹെൽപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിന് പകരമായിട്ട് അവർ 2 മില്യൺ പൈസ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യാവോ പീസിൻ്റെ അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ സംസാരിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് അങ്ങോട്ട് പീസിൻ്റെ അച്ഛനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട്സ് ആയിക്കൂടെ, ഞാൻ എൻ്റെ ബിസിനസ് എല്ലാം ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, ഇനിയിപ്പോൾ കൂടുതൽ എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യം വരും എന്നൊക്കെ പറഞ്ഞിട്ട് പീസിൻ്റെ അച്ഛൻ സംസാരിക്കുന്നുണ്ട്. ആ ഒരു 2 മില്യൺ രൂപ കൊടുക്കുന്നുണ്ട്. ആ സമയം അയാളുടെ അടുത്ത് ഇത്തിരി കൂടുതലല്ലേ എന്ന് പീസിൻ്റെ അച്ഛൻ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ എത്ര ശ്രമിച്ചിരുന്നെങ്കിൽ പോലും, അതായത് ഇപ്പോൾ നിങ്ങളൊരു 10 മില്യൺ രൂപ ഒരാൾക്ക് കൊടുത്തെങ്കിൽ പോലും ജുൻഹോയിനെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ലായിരുന്നു. അത് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാമെന്നുള്ള കാര്യമാണല്ലോ. ഇപ്പോൾ എന്തായാലും അവൻ്റെ കേസെല്ലാം ഒഴിവാക്കി കിട്ടിയില്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്ന ടൈമിനായപ്പോഴും ഇയാൾ വെച്ചേക്കുന്ന മാസ്ക് ഇയാൾ റിമൂവ് ചെയ്തില്ല, ജസ്റ്റ് പതുക്കെ അത് മാറ്റിയിട്ടാണ് ഇയാൾ കഴിക്കുന്നത്. അതിനുശേഷം ഇയാൾ പോയി കഴിയുമ്പോൾ ജുൻഹോയും പീസിൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അയാളുമായിട്ട് സംസാരിക്കുന്ന ടൈമിന് ഓൾറെഡി പീസിൻ്റെ അച്ഛൻ്റെ അടുത്ത് പീസും പിന്നെ ജിഹൂനും നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജുൻഹോ വരുമ്പോഴത്തേക്കും
3 പേരടുത്തും കൂടെ ആയിട്ട് പീസിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇനി നമ്മൾ ഒഴിവാക്കേണ്ട ശത്രു ഒരു മറങ്ങിരുന്ന് കരുക്കൾ നീക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾ ഒഴിവാക്കാൻ അത്ര എളുപ്പമല്ല, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളും അല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് സണ്ണിൻ്റെയും പിന്നെ കവിനെയാണ്. ഇപ്പോൾ ആ ഒരു കേസ്, അതായത് കോങ്ങിനെ കൊന്ന കേസ് ഇവരുടെ തലയിലാണ് വന്ന് കിടക്കുന്നത്. അത് മാറ്റാനും പറ്റുന്നില്ല, കാരണം ഇവർക്ക് പൈസയോ ഇൻഫ്ലുവൻസോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ കവിന് 1 വർഷത്തേക്കാണ് ശിക്ഷ കിട്ടിയിരിക്കുന്നത്. സണ്ണിനാണെങ്കിൽ 7 വർഷത്തേക്കും. എന്നാൽ അത് പൈസ അടച്ചെന്നൊക്കെ കുറഞ്ഞിട്ട് 3 വർഷവും 6 മാസം ആയിട്ടുണ്ട്. അങ്ങനെ സണ്ണാണെങ്കിൽ ജയിലിലേക്ക് പോകുമ്പോൾ തന്നെ പോലീസുകാരാണെങ്കിൽ ഇവനങ്ങനെ വെറുതെ വിടുന്നൊന്നുമില്ല, ഉപദ്രവിക്കുന്നുണ്ട്. ഒത്തിരി കാലം നീ ഇവിടെ നിൽക്കാനുള്ളതാണ്, അതുകൊണ്ട് കൂടുതൽ ഇതൊന്നും കാണിക്കാൻ വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അടിക്കുന്നൊക്കെയുണ്ട്. അതിനുശേഷം സെല്ലിലേക്ക് കൊണ്ടുവിടുമ്പോഴത്തേക്കും അവിടെ വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പോലീസ് പോയ ഉടനെ തന്നെ ഇവർ വന്നിട്ട് ഇവൻ്റെ അടുത്ത് സിഗരറ്റ് വലിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഇരിക്കുന്ന സിഗരറ്റ് കൊടുക്കുന്നുണ്ട്. അവനെ പോയി ഞാൻ സ്മോക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞ് ആ തട്ടി മാറ്റുമ്പോഴത്തേക്കും അവിടെ ഒരു അടി തുടങ്ങുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പോലീസ് വന്നിട്ട് ഇവനാണ് ചെയ്തതെന്ന് കരുതിയിട്ട് ഇവൻ്റെ 3 ദിവസം സെല്ലിൽ ഒറ്റയ്ക്ക് ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വേറൊരു സെല്ലിലേക്ക് കൊണ്ടിടുന്നുണ്ട്. ആ സമയം ഇവൻ്റെ അടുത്ത് സ്മോക്ക് ചെയ്യാൻ പറഞ്ഞ ആളുടെ കൂടെയുള്ള ആൾ പറയുന്നുണ്ട് എനിക്ക് അവനെ വേണമെന്ന്. ആ സമയം മറ്റേ ആൾ ഉറപ്പായിട്ടും അവനെ ഞാൻ നിനക്ക് കൊണ്ടു തരുമെന്നും പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പീസിനെയും അവൻ്റെ അച്ഛനെയും പിന്നെ ജിഹോനെയും ജുൻഹോനെയൊക്കെ തന്നെയാണ്. ഇവരിപ്പോൾ 4 പേരും കൂടെ ആയിട്ട് എങ്ങോട്ടോ വന്നിട്ടുണ്ട്. കുറേ കൊറിയൻസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അങ്ങോട്ടേക്ക് വന്നിട്ട് പീസിൻ്റെ അച്ഛൻ ഒരാളെ മീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അയാളുമായിട്ട് അകത്തേക്ക് പോയി സംസാരിക്കുകയാണ്. ആ ഒരു ടൈമിന് ഇവിടെ ഈ ഒരു റൂമിൽ വേറെ കുറേ കൊറിയൻ പയ്യന്മാരും പീസും ജിഹൂനും ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പയ്യനാണെങ്കിൽ വേറൊരു പയ്യനോട് പറയുന്നുണ്ട്, ഇതേപോലെ എനിക്കിവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം, നീ എന്തായാലും രക്ഷപ്പെട്ടില്ലേ, എന്നെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ജിഹൂൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ. എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊന്നും സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അതേസമയം പീസിൻ്റെ അച്ഛനെ കാണിക്കുകയാണെങ്കിൽ ഇയാളിപ്പോൾ മറ്റേ ആൾ സംസാരിക്കുമ്പോഴത്തേക്കും പീസിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ ഒരു ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട്. ലോബിസ്റ്റ് എന്ന് പറയുന്ന അവരെ പറ്റിയുള്ള ഇൻഫർമേഷൻ കണ്ടുപിടിക്കാനായിട്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന്. ലോബിസ്റ്റ് എന്ന് ഒരാളെയാണോ അതൊരു ഗ്യാങ്ങിനെയാണോ ഉദ്ദേശിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. അടുത്ത് വീണ്ടും സണ്ണിനെ കാണിക്കുമ്പോൾ അവിടെ ജയിലിൽ അവനിങ്ങനെ കുളിക്കാൻ പോകുന്ന ടൈമിനെല്ലാം തന്നെ ആ ഒരു സെല്ലിലുണ്ടായിരുന്ന ആൾക്കാർ ഇവനെ ഉപദ്രവിക്കാനായിട്ട് വരുന്നുണ്ട്. ലൈക്ക് ഇൻറ്റിമേറ്റ് ആവാനായിട്ട് ഫോഴ്സ് ചെയ്ത് അവനെ ടച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ എതിർക്കാൻ ശ്രമിക്കുമ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് അവനെടുത്തിട്ട് ഷൗട്ടുന്നുണ്ട്, അടിക്കുന്നുണ്ട്, നല്ലപോലെ ഉപദ്രവിക്കുന്നുണ്ട്. അടുത്ത് വീണ്ടും പീസിൻ്റെ അച്ഛനെ കാണിക്കുമ്പോൾ യാവോ എന്ന് പറയുന്ന ആ ഒരു ലേഡിയുമായിട്ട് ഡ്രഗ്സിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് വന്നേക്കാണ്. ആ സമയം ആ ലേഡിയാണെങ്കിൽ നിങ്ങളൊരു 10 കിലോ എനിക്ക് ഒരുമിച്ച് തരണമെന്ന് പറയുമ്പോൾ എൻ്റെ ആകെ ഇപ്പോൾ 3 കിലോ മാത്രമേ ബാക്കിയുള്ളൂ, പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, എനിക്ക് നിങ്ങളെ തന്നിട്ട് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ടൈപ്പ് കുറച്ചുകൂടി എഫക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രഗ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാണെങ്കിൽ നമ്മൾ നോർമലി കൊടുക്കുന്ന കൊക്കൈനൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇതിൻ്റെ എഫക്റ്റും കൂടുതലായിരിക്കും, കൂടുതൽ ആൾക്കാർ വാങ്ങുകയും ചെയ്യും. അതാകുമ്പോൾ നമ്മൾ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്താലും പെട്ടെന്ന് സെല്ലായി പോയിട്ട് നല്ല പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു ഗ്രേറ്റ് ഐഡിയ ആണ്, നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാനൊക്കെ പറയുന്നുണ്ട്. ആ സമയം യാവോ പറയുന്നുണ്ട് ഇത് ഭയങ്കര എഫക്റ്റ് ഉള്ളതാണ് ഞാൻ കേട്ടിട്ടുണ്ടെന്നൊക്കെ. ആ സമയം ട്രൈ ചെയ്ത് നോക്കാനായി പറയുമ്പോഴത്തേക്കും യാവോടെ കൂടെ നിൽക്കുന്ന എയിം എന്ന് പറയുന്ന ആ പയ്യന് അത് കൊടുക്കുകയാണ്. അവനങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവന് ഭയങ്കര ഒരു എഫക്റ്റ് ആയിരുന്നു കിട്ടുന്നുണ്ടായിരുന്നത്. അവനങ്ങനെ അത് അപ്രൂവ്ഡ് ആണെന്ന് യാവോരടുത്ത് പറയുന്നുണ്ട്. അവന് ആ ഒരു എഫക്റ്റ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് എല്ലാം ഇവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ യാവോയ്ക്കും ഓക്കെ ആവുന്നുണ്ട്. എന്നാൽ പീസിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് പക്ഷേ 50% ക്യാഷ് എനിക്ക് തരണമെന്ന്. ആ സമയം യാവോ അത് ഇത്തിരി പാടില്ലേ എന്നിങ്ങനെ പറയുന്ന ടൈമിന് അയാൾ പറയുന്നുണ്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇത് നമുക്ക് മാർക്കറ്റിൽ നമ്പർ 1 ആക്കാൻ പറ്റും, പൈസ ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ യാവോ ആണെങ്കിൽ ഓക്കെ സമ്മതിക്കുന്നു, ഇപ്പോൾ നിങ്ങളിലുള്ള ഒരു 3 കിലോ എനിക്കിപ്പോൾ തന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ജുൻഹോയൊക്കെ വന്നിട്ട് ഈ ഒരു സംഭവമൊക്കെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം പീസിൻ്റെ അച്ഛൻ അവനെയും കൊണ്ട് അവിടുത്തെ സ്ട്രീറ്റിലൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അവിടെ ഒരു കടയിൽ ഇരുന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട് ആക്ച്വലി തായ്ലാൻഡ് ശരിക്കും സൂപ്പറാണ്, പിന്നെ നിൻ്റെ ആ ഒരു തായ്ലാൻഡ് സംസാരിക്കുന്ന രീതിയും ഒക്കെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് വരുന്നുണ്ട്, നിനക്കിപ്പോൾ എത്ര ലാംഗ്വേജ് ഒക്കെ സംസാരിക്കാൻ പറ്റും എന്നൊക്കെ ചോദിക്കുകയാണ്. അതും പീസ് ചോദിക്കുകയാണ് അല്ല അച്ഛൻ എന്താണ് ഇപ്പോൾ എബ്രോഡിൽ നിന്ന് ബിസിനസ് എല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റുന്നത്, അവിടെയെല്ലാം നന്നായിട്ടല്ലേ പൊക്കോണ്ടിരുന്നത്. അച്ഛനാണെങ്കിൽ അപ്പോൾ മുമ്പ് ഞാൻ എങ്ങനത്തെ സിറ്റുവേഷനിലായിരുന്നു എന്ന് നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ, എന്തായാലും ഞാനിതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് നിനക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ആൾക്കാരെല്ലാവരും എന്നെ വെറുക്കുന്നുണ്ട്, വെറുക്കാനായിട്ട് ഞാൻ അനുവദിക്കുന്നുണ്ട്, ഡ്രഗ്സിൻ്റെ ഡീലിങ്, ഗ്യാങ്ങിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ പിന്നിൽ ഒരു വലിയ റീസൺ ഉണ്ട്, അത് വൈകാതെ തന്നെ നിനക്ക് മനസ്സിലാവും. ഇപ്പോൾ നീ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് കഴിക്കും നല്ല അടിപൊളി ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനുമായിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. പ്ലീസ് അപ്പോൾ എനിക്ക് ഇവിടേക്ക് ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് അതിന് പെർമിഷൻ തരുമോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അച്ഛനാണെങ്കിൽ ഞാൻ നിനക്ക് 2 ദിവസം മൊത്തം തരാം, നീ ഇവിടെ മൊത്തം അടിച്ചു പൊളിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവൻ സന്തോഷിച്ച് അവിടെ നിന്ന് കറങ്ങാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങി നടക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ പിന്നീട് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. ആ വീട്ടിലാണെങ്കിൽ ഒരു ലേഡി ഇങ്ങനെ തുണിയൊക്കെ കഴുകിയിട്ട് വിരിച്ചിട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അവൻ ആ ലേഡീനെ തന്നെ നോക്കി നിന്നിട്ട് അവൻ്റെ പേഴ്സിൽ നിന്നൊരു ഫോട്ടോ എടുക്കുകയാണ്. അതേ ഫോട്ടോയിലും ഈ ഒരു സെയിം ലേഡിയായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ നോക്കിയിട്ട് ഞാൻ അമ്മേനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. മേ ബി അത് അവൻ്റെ അമ്മയായിരിക്കും. എന്തായാലും അവർ ഇവനെ കാണുന്നില്ല, ഇവൻ അതിന് മുമ്പേ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് വീണ്ടും ജയിലിൽ കാണിക്കുകയാണെങ്കിൽ സണ്ണും ആ സെല്ലിലുള്ള മറ്റുള്ളവരും തമ്മിൽ ഡെയിലി അടിയാണ്. അടി എന്ന് പറഞ്ഞാൽ ഫുള്ള് ഫൈറ്റാണ്. ഒത്തിരി ആകുമ്പോഴത്തേക്കും സണ്ണിനും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. കാരണം തെറ്റ് ചെയ്യുന്നത് അവരാണെങ്കിൽ പോലും പണിഷ്മെൻറ്റ് പോലീസുകാരിൽ നിന്ന് കിട്ടുന്നത് ഇവന് തന്നെയാണ്. അങ്ങനെ പിന്നീട് അന്ന് മുതൽ എപ്പോഴൊക്കെ അവൻ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന ആൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന അന്നൊക്കെ അവനാണെങ്കിൽ ഇയാളെടുത്തിട്ട് അടിക്കുമായിരുന്നു. നല്ല നല്ല അടി കിടക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് മടുത്തിട്ട് പോലീസുകാരാണെങ്കിൽ 2 പേരെ
സെപ്പറേറ്റ് ഓരോരോ സെല്ലുകളിൽ ഇടുന്നുണ്ട്. എന്നാൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള തൊട്ടടുത്തുള്ള സെല്ലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മതിൽ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും. ആ സമയം അയാളാണെങ്കിൽ നീയാണെങ്കിൽ എന്നെ വെറുതെ വിടത്തില്ലല്ലേ, നമ്മളുടെ ഒരു വികടം അടിച്ച് മരിക്കുമെന്നൊക്കെ പറയുമ്പോൾ സണ്ണ് പറയുന്നുണ്ട് ഒന്നിയിൽ താൻ എന്നെ കൊല്ലണം, ഇല്ലെങ്കിൽ താൻ എൻ്റെ കൈ കൊണ്ട് മരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അയാളപ്പോൾ നമുക്ക് സമാധാനത്തിലാവാമെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഓക്കെ നമുക്ക് സമാധാനത്തിലാവും, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അധികരിക്കാൻ പോകുന്നത് ഞാനായിരിക്കും എന്ന് അവൻ പറയുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ട് വന്നിട്ട്